സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണത്തിന്റെയും മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നേറ്റവുമാണ് ഉണ്ടാവുക എന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി LDF മധ്യമേഖലാ ജാഥയ്ക്ക് പിരിവീട് മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് തുടർഭരണത്തിന്റെയും മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നേറ്റമാണ് എന്ന് മാത്രം പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് സംസാരിക്കണമെന്ന് പറയുന്നത്? നമ്മൾ പറയാതെ ഇന്ത്യ വലിയൊരു ട്രെൻഡാണ്, ഇടതുപക്ഷത്തിന്റെ ഒരു ട്രെൻഡാണ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാ ട്രെൻഡും ഓളവും വരുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോഴാണ്. ആ സംസാരം പറയാൻ പാടില്ല. നേരിട്ട് എല്ലാവരുമായി സംസാരിച്ച് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. പീരുമേട് മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ജില്ലാ അതിർത്തിയായ 35-ാം മൈലിൽ നിന്ന് ജാഥ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ LIC ജംഗ്ഷനിലെത്തിയ ജാഥ ക്യാപ്റ്റനെ തുറന്ന ജീപ്പിൽ പ്രകടനമായി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മൈതാനത്തേക്ക് അനയിച്ചു. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അക്രമകാരിയായ മൃഗത്തെ കൊല്ലാൻ നിയമമുണ്ട്. ഇതിന് കേന്ദ്രം നിർദ്ദേശം നൽകിയാൽ മതി. കേരളത്തിലെത്തി വനംവകുപ്പിന് നിർദ്ദേശം നൽകാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ വന്നില്ല എന്നും ഇതിന്റെ പേരിൽ രാഷ്ട്രീയമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജാഥ അംഗങ്ങളായ KK ശൈലജ, PK ബിജു, PP സുനീർ, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യു കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. LDF നേതാക്കളായ K സലീംകുമാർ, CV വർഗീസ്, ജോസ് പാലത്തിനാൽ, PS രാജൻ, അനിൽ കൂപ്പളാക്കൽ, VR ശശി, VR സജി, മാത്യു ജോർജ് എന്നിവർ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇന്ന് രാവിലെ അടിമാലിയിലും ഉച്ചയ്ക്ക് ചെറുതോണിയിലും വൈകിട്ട് തൊടുപുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇടുക്കി വിഷൻ, കുമ്പളി.